നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണോ എന്നുള്ള ആശങ്കയിലാണ് പല രക്ഷിതാക്കളും പല കുട്ടികളും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നിരന്തരമായിട്ടുള്ള മെസ്സേജുകളിലൂടെ ഞാനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. മാക്സിമം ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ ജില്ലാ കളക്ടറിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ ജില്ലാ കളക്ടറെയൊക്കെ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ സാറേ, നാളെ അതായത് 10/6/2026 നല്ല മഴയുണ്ട് ഇന്ന്, അപ്പം നാളെയും അവധിയായിരിക്കില്ല എന്നാണ് പല സ്ഥലങ്ങളിലുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മെസ്സേജ് അയക്കുന്നത്. ഒന്നാമത് ഈ എങ്ങനെയാണ് അവധി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റെഡ് അലേർട്ട് ആയിക്കഴിഞ്ഞാൽ ശക്തമായ മഴ കാരണം നിങ്ങൾക്ക് എന്തായാലും അവധി കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നാളത്തെ അവസ്ഥ കാലാവസ്ഥ നിരീക്ഷകർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം നാളെ യെല്ലോ അലേർട്ടാണ്. നിലവിലുള്ള അവസ്ഥയല്ല, ഇതുവരെയുള്ളത് ഇപ്പോൾ വെച്ച് പറയുന്നത് നാളെ യെല്ലോ അലേർട്ടാണ്. എന്താണ് ഈ യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ? യെല്ലോ അലേർട്ട് ആണെങ്കിലും നിങ്ങൾ മോഡറേറ്റ് റെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് മഴ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ മഴ ഉണ്ടായിരിക്കും. പക്ഷേ യെല്ലോ അലേർട്ട് അതിനേക്കാൾ കുറച്ചും കൂടി മഴ കുറയുന്നതാണ്. പക്ഷേ ഉദ്യോഗസ്ഥരിലേക്ക് എനിക്ക് എത്തിക്കാനുള്ളത് താഴ്മയോടുകൂടി ബഹുമാനത്തോടുകൂടി എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന കോളേജ് തലങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി മെച്ചൂർഡ് ആയിരിക്കും, അവർക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷേ പിഞ്ചു പൈതങ്ങൾ ഉണ്ടായിരിക്കും. ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് പോട്ടെ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന പല കുട്ടികൾക്കും ചിലപ്പോൾ മെച്ചൂർഡ് ആയിക്കോളുന്നില്ല. അവർ നടക്കുന്ന പാതയിലൂടെ ഒരു പക്ഷേ ഈ പറയുന്ന ഓടകൾ ഉണ്ടായിരിക്കാം, അതിൽ വീണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയില്ല, ചിലപ്പോൾ അവർ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഉച്ചയാകുമ്പോഴേക്കാണ് ഈ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നത്, ഏതെങ്കിലും ഓടയിലൊക്കെ വീണ് പോയിട്ടുണ്ടാവും. സാർ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം ഒരിക്കലും മുടക്കുന്നതല്ല. പക്ഷേ നമ്മൾ 1-2 ദിവസം ലീവ് കൊടുത്താൽ, ഇനിയിപ്പോൾ അത് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് തീർത്താലും കുഴപ്പമില്ല, ഏതെങ്കിലും ശനിയാഴ്ച അതിൻ്റെ ക്ലാസ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പറയുന്നത് ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അവധി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ, അതായത് ഈ പറയുന്ന 10ാം തീയതി മഴ ഉണ്ടായിരിക്കില്ല, യെല്ലോ അലേർട്ടാണ്. പക്ഷെ ഇന്നത്തെ മഴവെള്ളം എവിടെ പോകും? അതെന്തായാലും കെട്ടി നിൽക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് മുഴുവനായിട്ട് ഭൂമിന്റെ താഴെ പോകില്ല സാർ. അതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും ഇത് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ ജില്ലകൾക്ക് അടിസ്ഥാനമായിട്ട് അവധി കൊടുത്തിട്ടില്ലെങ്കിലും ജില്ലയിലും പല താലൂക്കുകളിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കുന്ന പല പ്രദേശങ്ങളുണ്ടായിരിക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്കൂളുകൾക്ക് നിങ്ങൾ നോക്കിയിട്ട് ഒന്നല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അത് അതിൻ്റെതായിട്ടുള്ള അധികൃതരുമായിട്ട് കൂടിയാലോചിച്ച് ജില്ലാ കളക്ടർ നിങ്ങളോട് ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, അവധി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് ജില്ലയിലൊക്കെ ശക്തമായ മഴയുണ്ട്. ഈ വെള്ളമൊന്നും ഒരിക്കലും എന്തെയില്ല പെട്ടെന്ന് നാളെ ഒരു രാവിലെ തന്നെ സുപ്രഭാതത്തിൽ വറ്റിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള യന്ത്രങ്ങളൊന്നും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പിഞ്ചു പൈതങ്ങളെ, നമ്മുടെ കുട്ടികളാണ്, ഒരപകടം പോലും നമ്മൾ ക്ഷണിച്ചു വരുത്തി അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്ഷണിച്ചു വരുത്താൻ പറ്റില്ല. അതിന് നമ്മളായിട്ട് അതിന് വഴിയൊരുക്കി കൊടുക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇത് കേൾക്കുന്ന വിധം നമ്മൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ ഈ പറയുന്ന തരത്തിലുള്ള ഈ ജില്ലകളിലൊക്കെ മഴയുടെ തോതനുസരിച്ച്, വെള്ളം കെട്ടി നിൽക്കുന്ന തോതനുസരിച്ച് താലൂക്കിലോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ അവധി കൊടുക്കണം സാർ എന്ന് ദയാപൂർവം വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.